मेरा नाम മുഹമ്മദ് ദീപക് ഹെ ബായ്. ഒരു മുസ്ലിം വയോധികന്റെ കടയുടെ പേര് മാറ്റാൻ പോയ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് ദീപക് എന്നൊരു യുവാവ് നൽകിയ മറുപടി രാജ്യമാസകലം ചർച്ചയാവുകയാണ്. ഉത്തരാഖണ്ഡിലെ പൗളി ഗർവാളിലാണ് സംഭവം. ദീപക് തന്റെ സുഹൃത്തുക്കളുടെ കടയിലിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കടയിൽ ഒരു സംഘം ആളുകൾ അഹമ്മദ് എന്ന ഒരു വയോധികനെ വളഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടത്. ബാബ സ്കൂൾ ഡ്രസ് ആൻഡ് മാച്ചിങ് സെന്റർ എന്നായിരുന്നു ആ കടയുടെ പേര്. പേരിൽ നിന്ന് ബാബ എന്ന വാക്കൊഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അതിക്രമങ്ങൾ. ഇത് കണ്ട ദീപക് അക്രമി സംഘത്തെ ചോദ്യം ചെയ്തു. മറ്റുള്ളവർക്ക് കടയ്ക്ക് ബാബ എന്ന പേരിടാമെങ്കിൽ എന്തുകൊണ്ട് അഹമ്മദിന് പറ്റില്ല എന്നാണ് ദീപക് അവരോട് ചോദിച്ചത്. ഇതിന് നിന്റെ പേരെന്താണെന്ന അവരുടെ ചോദ്യത്തിന് തന്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായിരുന്നു ദീപകിന്റെ മറുചോദ്യം. പിന്നീട് വാക്കേറ്റം, തർക്കം, ഒടുവിൽ അത് കയ്യാങ്കളിയിലേക്ക് വരെ എത്തി. വീഡിയോ വൈറലായതിനു പിന്നാലെ ദീപകിന്റെ വീടിന് നേരെ ആക്രമണ ശ്രമം വരെ ഉണ്ടായി. ദീപക് ഇന്ത്യയുടെ ഹീറോയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. വെറുപ്പിന്റെ വിപണിയിലെ സ്നേഹത്തിന്റെ കടയുടെ ജീവിക്കുന്ന പ്രതീകമാണ് ദീപക് എന്നും തലകുനിക്കാതെ ഭയപ്പെടാതെ ഭരണഘടനയ്ക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്ന കൂടുതൽ ദീപക്കുമാരെയാണ് നമുക്ക് ആവശ്യമെന്നും രാഹുൽ പറഞ്ഞു. രാജ്യത്ത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറേണ്ട സംഭവമായിരുന്നു പൗരി ഗർവാളിൽ നടന്നത്. പശുക്കടത്തിന്റെ പേരിൽ ബീഫ് കഴിച്ചെന്നാരോപിച്ച് ലവ് ജിഹാദ് എന്ന് മുദ്രകുത്തി നിർബന്ധിത മതപരിവർത്തന കഥകൾ മെനഞ്ഞ് ബംഗ്ലാദേശി എന്ന് വിളിച്ച് ജയ് ശ്രീറാം വിളിച്ചില്ലെന്നാരോപിച്ച് തെരുവിൽ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത അനേകം ന്യൂനപക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി കൂടുമായിരുന്നു. എന്നാൽ ദീപകിന്റെ അവസരോചിതമായ ഇടപെടൽ ആ വയോധികന് രക്ഷയായി. ദീപകിന്റെ വാക്കുകൾ തന്നെ കടമെടുത്തു പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന് വേണ്ടത് സ്നേഹമാണ്, വെറുപ്പല്ല. എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നത് യഥാർത്ഥത്തിൽ ഒരു വാചകമല്ല, മറിച്ച് സാഹോദര്യവും സഹാനുഭൂതിയും മനുഷ്യത്വവും ഒത്തുചേർന്നൊരു മുദ്രാവാക്യമാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പ്രതിജ്ഞ ചൊല്ലുന്ന ഓരോ ഇന്ത്യക്കാരനും ഏറ്റുചൊല്ലേണ്ട മുദ്രാവാക്യം.